IPL അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഈ വീക്കെൻഡ് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് സൺറൈസേഴ്സ് അതെ നടത്തിയത്. രാജസ്ഥാൻ റോയൽസും പ്രതീക്ഷിച്ച രീതിയിൽ നമ്മളിപ്പോൾ സൺറൈസേഴ്സ് ഇത്രയും വലിയ സ്കോർ നേടുന്ന സമയത്ത് രാജസ്ഥാനിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങുമോ എന്ന് നമ്മൾ കരുതി. 44 റൺസ് ഒരു വലിയ തോൽവി തന്നെയാണ് T20 ക്രിക്കറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഒരു 242 റൺസ് രാജസ്ഥാനും സ്കോർ ചെയ്തു. ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട് രാജസ്ഥാന്. അതുപോലെ തന്നെ സൺറൈസേഴ്സിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ബാറ്റിംഗ് തന്നെയാണ്. ഇപ്പൊ നമ്മള് 300 റൺസ് എന്ന് പറയുന്ന T20 ഒരു സ്കോറിനെ കുറിച്ച് ഈ വർഷം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. IPL ഇത്തവണ 300 ഉണ്ടാവും. അതെ, എനിക്ക് തോന്നുന്നത് ഒരു 14 റൺസ് ഇന്നലത്തെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് അത് വരും മത്സരങ്ങളിൽ വരും കളികളിൽ സൺറൈസേഴ്സിന് അതിന് സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അതേസമയം സൺറൈസേഴ്സിന്റെ ബോളിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെയാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടടിക്കുന്ന ഉറപ്പായിരുന്നു. പക്ഷേ ഇപ്പം സൈഫ് പറഞ്ഞാൽ രാജസ്ഥാൻ ഇത്രയും അടിക്കുന്ന പ്രതീക്ഷിച്ചിരുന്ന ചോദ്യം അവിടെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഹൈദരാബാദിന്റെ ബോളിംഗ് നിരയുടെ പ്രകടനം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഘടകമായിരുന്നത്. നമുക്കറിയാം സഞ്ജുവിനെ പോലൊരു താരത്തിന് മുമ്പിൽ ഏത് ബാറ്റ്സ്മാനായാലും അദ്ദേഹത്തിന്റെ ദിവസം മുന്നിൽ കിട്ടിയാൽ ഒരു കാര്യം ഉണ്ടായാലും അറിയാം, നിഷ്പ്രയാസം അദ്ദേഹം ബീറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇന്നലെ കണ്ടത്. അതുപോലെ ജുറലും പിന്നെ ശുഭന്തു ബേയും എത്തുമ്പോഴേക്കും ആ റണ്ണ് ഉയർന്നത് ഹിറ്റ്മെയർ കൂടെ എത്തുമ്പോഴേക്കും റണ്ണ് ഉയർന്നത് കണ്ടു. അപ്പോൾ അതിലേറ്റവും വലിയ ഘടകം ഹൈദരാബാദിന്റെ ബോളിങ്ങിന്റെ ഒരു ഇത് തന്നെയാണ്. നമ്മൾ പറയുമ്പം ഈ 300 റൺ അവർ അടിച്ചാൽ അവർക്ക് വിജയം സ്വപ്നം കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ 250 അടിച്ചിട്ട് ഇത്ര 44 റൺസിന് ഷോട്ടാണ് വന്നത്. പക്ഷെ അത് ജയം ഉറപ്പിച്ചൊരു കളി തന്നെയായിരുന്നു. അല്ല, അവരുടെ ബോളിംഗ് മികച്ച തുടക്കമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 24 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. യശസ്വി ജയ്സ്വാളൊക്കെ പോലുള്ള ഒരു താരമൊക്കെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. 50-1 എടുക്കുന്ന 164 പോകുന്നത് 50-3 എടുക്കും. അതെ അതെ, 50-3 എന്ന രീതിയിലൊക്കെ പോകുമ്പോൾ പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതായത് നമുക്കറിയാം, ഒരു മുന്നിൽ ഒരു വലിയ സ്കോർ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടിക്കാൻ നോക്കുകയും ആ അടിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന എന്നിട്ട് ഒരു വലിയ സ്കോറിൽ എനിക്കൊക്കെ ആ ഒരു സ്റ്റേജിലൊക്കെ ഒരു 100 റൺസിനൊക്കെ തോൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നൊക്കെ തോന്നിയിടത്തുനിന്നാണ് ഇത്ര ഇതാവുന്നത്. ഹൈദരാബാദിന്റെ ഒരു പിച്ചും ഇതിലൊരു നിർണായക ഘടകമായിരിക്കും. തീർച്ചയായും ഹൈദരാബാദിന്റെ പിച്ച് ഈ ഇന്നലെ പറഞ്ഞാൽ തന്നെ ഇപ്പം രണ്ടാമത്തെ ഉയർന്ന സ്കോറാണ് പിന്നെ IPL ചരിത്രത്തിൽ ഇന്നലെ കുറിച്ചത് 286 റണ്ണ്. ആ 287 ഹൈദരാബാദിന് തന്നെ ഉയർന്ന സ്കോറാണ്. മൂന്നാമതിരിക്കുന്നത് ഹൈദരാബാദിന്റെ സ്കോറാണ്. അപ്പം IPL ചരിത്രം നോക്കിയാൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം ഹൈദരാബാദ് തന്നെയാണ്. അത് ഇപ്പോൾ 286 വരെ എത്തി. കഴിഞ്ഞ സീസണിൽ 87 ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആ മത്സരത്തിൽ ഇതുപോലെ അവർ റൺസ് വഴങ്ങുന്നുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. അതെന്നും ഞാൻ പറഞ്ഞത് അതിലേക്കാണ്. അവരെന്നും ഇത്ര അടിക്കുമ്പോഴും അവരുടെ ബോളിംഗ് എന്നും വീക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ പിച്ചിൻ്റെ ഇതുണ്ട്. ആ പിച്ചിൽ അവിടെ പിന്നെ അടി വന്നില്ലെങ്കിൽ തന്നെ എതിർ ടീമിന് പിന്നെ നിരാശപ്പെടുക ഫലമുള്ളൂ. കാരണം ഇങ്ങനെ അടിക്കുന്നത് ഇഷാൻ കിഷനൊക്കെ എങ്ങനെ ബാറ്റ് വെച്ചാലും പിന്നെ 6ലേക്ക് പോകുന്ന രീതിയിൽ വരുന്ന സമയത്ത് അപ്പോൾ അവിടെ നമുക്ക് രാജസ്ഥാൻ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അത് സഞ്ജു കൃത്യമായ മറുപടി കൊടുത്തു. അതിൽ ജുറലും കൂടെ എത്തുമ്പോഴേക്കും ഒരു പിന്നെ മികച്ചൊരു കോമ്പിനേഷൻ വന്ന് മികച്ച പാർട്ണർഷിപ്പിൽ നല്ല റണ്ണ് ഉയർത്താൻ വേണ്ടി പറ്റി. ഈ പറഞ്ഞ പോലെ 4 വിക്കറ്റും 3 വിക്കറ്റും പോയ ശേഷം നമുക്ക് റണ്ണ് ഉയർത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഹൈദരാബാദ് ടീം ഒരു മികച്ച ബാറ്റിംഗ് നിര ഈ ബാറ്റിംഗ് നിരയിൽ ഇപ്പോൾ ഇഷാൻ കിഷൻ തിളങ്ങിയാലോ അല്ലെങ്കിൽ ഹെഡ് തിളങ്ങിയാലോ തിളങ്ങാൻ പറ്റാതെ പോയൊരു മത്സരമാണെങ്കിൽ ഒരു 200 റണ്ണിനാണ് അവർ വീഴുന്നതെങ്കിൽ നിഷ്പ്രയാസം ഏതൊരു ടീം അടിച്ചു കയറും. ഇവരെടുക്കുന്ന ജയിച്ചു കയറാനുള്ള സാധ്യതയാണ്. അപ്പം അവർ ബോളിംഗ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് രാജസ്ഥാനിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ ഒരുപാട് ആശ്വസിക്കാനുള്ള ഘടകമുണ്ട്. ഹൈദരാബാദിനോട് ഈ ചൂടറിഞ്ഞെങ്കിൽ പോലും ബോളിങ്ങിൽ നമുക്കറിയാം നമ്മുടെ പിന്നെ നായകൻ എന്ന് പറഞ്ഞാൽ ബോളിങ്ങിൽ നമ്മുടെ നായകൻ എന്ന് പറഞ്ഞാൽ ആർച്ചറിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആർച്ചർ പിന്നെ റെക്കോർഡ് റണ്ണാണ് ഇന്നലെ വാങ്ങിയത്. അപ്പം അതുണ്ടെങ്കിൽ കൂടി പിന്നെ സഞ്ജുവിൻ്റെയും ജുറലിൻ്റെയും ഹെഡ്മേയറിൻ്റെയും ഫോം തന്നെ ഒരുപാട് ആശ്വാസമുണ്ട്. മുന്നോട്ടുള്ള മത്സരങ്ങൾക്ക് അത് നമുക്ക് വലിയൊരു മാറ്റം ഒരു ഊർജ്ജമായി തന്നെ മാറുന്ന പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായും. ഇപ്പം നമ്മൾ ഇപ്പോൾ സൺറൈസേഴ്സിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ 6 താരങ്ങളും അവരുടെ എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് 200-ന് മുകളിലാണ് എന്നുള്ളതാണ് ഒരു കാര്യം. എല്ലാവരും ഒന്ന് ഇത് ചെയ്യുന്ന ഒരു അടിച്ചു കളിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം. എനിക്ക് തോന്നുന്നത് ഹെഡ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കളിയുടെ ഇനീഷ്യൽ ആ സ്റ്റേജിൽ റൺ റേറ്റ് 1-2 തവണ അതായത് 309 റൺസ് പ്രൊജക്റ്റഡ് സ്കോർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എതിർ ടീമുകളെല്ലാവർക്കും ഒരു വലിയൊരു എന്താ പറയുക ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഹെഡ് വന്ന് അഭിഷേക് വന്ന് അടിക്കുന്നു. എതിർ ടീം ഹെഡിന്റെയോ അല്ലെങ്കിൽ അഭിഷേകിന്റെ വിക്കറ്റ് പുറത്തെടുക്കും. ഇപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോയിലും കൂടി കണ്ടതാണിത്. അതായത് ഹെഡിന്റെയോ അല്ലെങ്കിൽ അഭിഷേകിന്റെ ആരുടെ ഒരാളെ വിക്കറ്റ് കൊടുക്കുന്നു. അടുത്ത് വരുന്ന ഇഷൻ കിഷന്റെ വിക്കറ്റ് എടുക്കുന്ന സമയത്ത് വരുന്ന റെഡ്ഡിയുടെ വിക്കറ്റ് എടുക്കുന്ന സമയത്ത് വരുന്ന ക്ലാസിന്റെ വിക്കറ്റ് എടുത്ത് വന്നിട്ട് അത് കഴിഞ്ഞ് വരുന്നത് അനികേത് വർമ്മ. അദ്ദേഹം 6 അടിച്ചിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് 200-ന് മുകളിലുണ്ട് എന്നുള്ളതാണ്
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ രാജസ്ഥാനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ഘടകങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ സഞ്ജുവിന്റെ ബാറ്റിംഗ്, അതുപോലെ തന്നെ ഹിറ്റ്മേറിന്റെ ബാറ്റിംഗ്, ഇങ്ങനെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം രാജസ്ഥാന് വെക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് രാജസ്ഥാൻ ഈ ഒരു പെർഫോമൻസ് ഈ ടൂർണമെന്റിൽ നടത്താൻ സാധിക്കും ഇപ്പോഴത്തെ? നമുക്കിപ്പം ഈ അവസ്ഥ നമ്മൾ പറയുമ്പോൾ സഞ്ജുവിന്റെ കാര്യം IPL ആദ്യ മത്സരം കഴിഞ്ഞ 6 വർഷമായിട്ട് IPL ആദ്യ മത്സരത്തിൽ അദ്ദേഹം 50 ഇടാറുണ്ട്. ഒരു വർഷം 21-ലാണെന്ന് തോന്നുന്നു പഞ്ചായത്ത് സെഞ്ചുറി അടിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ സഞ്ജുവിൻ്റെ പ്രകടനം തുടക്കത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീട് ആദ്യത്തെ 3 മത്സരം സഞ്ജു ഉറപ്പാണ് മികച്ച രീതിയിൽ നല്ല പ്രകടനം പുറത്തെടുക്കും. സഞ്ജുവിനെ എല്ലാവരും മാറ്റി വരുമ്പോഴേക്ക് സഞ്ജു വീണ്ടും പിന്നോട്ട് പോകും. അതാണ് സഞ്ജുവിൻ്റെ ഒരു രീതി വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ടച്ച് ഇപ്പം നമുക്കറിയാം പഴയ സഞ്ജു അല്ല. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളകുന്ന സഞ്ജുവാണ്. സഞ്ജുവിൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ രാജസ്ഥാൻ നായകന് കോൺഫിഡൻസ് ലെവൽ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. ബൗളർമാർ ആരായാലും അത് അദ്ദേഹത്തിന് പണ്ട് തൊട്ടായാലും ബൗളർമാർ ആരാണെന്നോ ഏത് രീതിയിലുള്ള ബൗളർമാണെന്നോ നോക്കുന്നൊരു ശീലം സഞ്ജുവിനില്ല. സഞ്ജുവിൻ്റെ ശൈലി ആക്രമിച്ച് കളിക്കുവാനാണ്, അതെന്തായാലും വരും. അപ്പം IPL നമ്മൾ ഈ പറയുമ്പോൾ സ്ഥിരതയെ കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം ഇപ്പോൾ ഈ ടീമിനെ കുറിച്ചായാലും ബാറ്റ്സ്മാനെ കുറിച്ചായാലും. പക്ഷേ സ്ഥിരത അല്ലെങ്കിൽ ഒരു പ്രകടനം, നമുക്ക് ഒരു ആവറേജ് പ്രകടനം വേണം. ഇപ്പോൾ ഈ ജുറലിൻ്റെ പ്രകടനം, ജുറൽ നമുക്കറിയാം, ജുറലിനെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നവരാണ്. ഇപ്പം സഞ്ജു ഉണ്ടെങ്കിൽ കൂടി ചിലപ്പം ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ജുറലാവുന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ജുറലിൻ്റെ ബാറ്റിംഗ് ഒരു മിഡിൽ ഓർഡറിൽ വരുമ്പോൾ നിർണായക ഘടകമാവുന്നതിനാണ് ജുറൽ വരുന്നത്. അത് അദ്ദേഹം ഇന്നലെ തന്നെ ആ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം 100% പൂർത്തീകരിക്കുന്നുള്ളത് ഒരു സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള മത്സരത്തിന് ഭയങ്കര ഇതൊരു ഊർജ്ജമായി മാറും. പിന്നെ ഹെഡ്മേർ നമുക്കറിയാം ഹിറ്റ്മാനാണ്. നമുക്ക് രാജസ്ഥാനിൽ ഒരു ഹിറ്റ്മാനായിട്ട് ഹെഡ്മേറിന് കൊണ്ട് ഉപമിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം അത് ആ രീതി തന്നെയാണ്. ഇന്നലെ തുടങ്ങിയതും അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും വരുന്നുണ്ട്. പിന്നെ ശുഭൻ ദുബെയുടെ പ്രകടനം ഇന്നലെ അതും ഒരു പ്രതീക്ഷയാണ്. അപ്പം ഇന്നലെ പരാഗ് മാത്രമേ എനിക്ക് തോന്നുന്നു. ജയ്സ്വാൾ തുടക്കത്തിൽ അങ്ങനെ മിന്നിയും കെടുവും ചെയ്തൊരു താരമാണ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏത് നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം. വെടിക്കെട്ട് അടുത്ത മത്സരത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഫോം ഔട്ടായി പോകുന്നതാറല്ല. പക്ഷേ പരാഗിൻ്റെ ഒരു പരാഗും കൂടി ആ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്റിങ്ങിൽ ഒരു സംശയം ഉണ്ടല്ല. 200+ റൺ എല്ലാ മാച്ചിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നിര തന്നെയാണ്. കാരണം ഇന്നലെ അടിച്ചത് നല്ല ബൗളിംഗ് നിര തന്നെയാണ് നമ്മൾ ഈ റൺ എടുത്തത് പറയാം. നല്ല ബൗളിംഗ് പറഞ്ഞാൽ ഷമി ഉൾപ്പെടെയുള്ള താരങ്ങളെയാണ് അടിച്ചത്. തീർച്ചയായും. ഞാൻ ഇപ്പോൾ മറ്റൊരു കാര്യം തോന്നിയത്, സഞ്ജു സാംസൺ ഇന്നലെ ക്യാപ്റ്റനായിട്ട് ടീമിൻ്റെ ഒരു പകുതിയോളം ഘട്ടത്തിൽ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. റിയൻ പരാഗ് ക്യാപ്റ്റനായി വരുന്നു. എനിക്ക് തോന്നുന്നു റിയൻ പരാഗിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലെ ഒരു പരിചയക്കുറവ് കൂടി എടുത്തു കാട്ടപ്പെട്ട, അത് നമ്മൾ പറയുമ്പോൾ അപ്പുറത്ത് ആരാണ് നിൽക്കുന്നതെന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു അതായത് എങ്ങോട്ടടിച്ചാലും അത് ബൗണ്ടറി കടക്കുന്നു എന്ന രീതിയിൽ ചില സമയത്തൊക്കെ റിയൻ പരാഗ് എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാകാതെ അന്തമിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ തിരിച്ചുവരവ് സഞ്ജുവിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്തില്ലേ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിനെ? നമ്മൾ ഫീൽഡിംഗ് കാണുമ്പോൾ നമുക്ക് സഞ്ജു ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ചേഞ്ച് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിരുന്നു. മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നു. അതായത് പലപ്പോഴും ചില ബൗണ്ടറികളൊക്കെ തടുക്കാൻ പറ്റുന്ന ബൗണ്ടറികൾ പോലും പോകുന്ന സമയത്ത് റിയൻ പരാഗ് ഭയങ്കര ഡെസ്ഡായിട്ട് മുഖമൊക്കെ ഒരു നമുക്ക് നമ്മൾ കളി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു രാജസ്ഥാൻ ആദ്യ മത്സരം വരുന്നത് ഹൈദരാബാദിനോടാണ്. ചിലപ്പം കോൺഫിഡൻസ് ലെവൽ മൊത്തം പോകാനുള്ള ഈ ഒരു മത്സരം മതി എന്ന് പറഞ്ഞത്. കാരണം അവിടെ എന്തോ കിടക്കുമ്പോൾ നമുക്കറിയാം, വെടിക്കെട്ടാണെന്ന് നമുക്കറിയാം, വെടിപ്പുരയിലേക്കാണ് കയറിപ്പോലെന്ന് നമുക്കറിയാം. അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പരാഗിനെ കൊണ്ട് കുറച്ചുകൂടി സഞ്ജു ആയിരുന്നെങ്കിൽ ഇത്രയും രണ്ട് പോവില്ലായിരുന്നു എന്ന് നമുക്ക് ചിലപ്പം ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നലെ ഈ പറഞ്ഞത് തന്നെ ഇവിടുത്തെ ബാറ്റർ ഫീൽഡർ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷ എടുക്കുന്ന ഫീൽഡർ ഇല്ല. 1 ടച്ച് ബോൾ, പിന്നെ 1 പിച്ച് ചെയ്തിട്ട് ബോൾ ബൗണ്ടറിയിലേക്ക് പോകുന്നു. ഇങ്ങനെ പല ഇതുണ്ടായിരുന്നു. ശങ്കൃഷ്ണൊക്കെ പല തവണ അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സഞ്ജു ആയിരുന്നെങ്കിൽ ഒരു ഫീൽഡ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു ബോളിംഗ് ചേഞ്ച് വരുമ്പോൾ വിക്കറ്റ് വീഴ്ത്തിയാനെ ഇങ്ങനെ പോയില്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ പരാഗിൻ്റെ ഈ പറഞ്ഞ പോലെ IPL വരുമ്പോൾ പരാഗ് ക്യാപ്റ്റൻസിയിൽ പരിചയസമ്പത്തില്ലാത്ത താരമല്ല, പിന്നെ അസമിനെ നയിക്കുന്ന താരമാണ്. പക്ഷേ എന്നാലും IPL പോലുള്ള ടൂർണമെൻറ്റിൽ അത് ഒരു തിരിച്ചു ചെറിയ രീതിയിൽ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. സഞ്ജു തിരിച്ചു വന്നാൽ ആ ഒരു ഘടകം കൂടി പിന്നെ സെറ്റാവും. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി നമുക്കറിയാം രാജസ്ഥാനിൽ ഫൈനൽ വരെ എത്തിക്കുന്ന താരമാണ്. അപ്പം അത് ഗുണമായി കയറുമ്പോൾ ഇത്രയും ഇല്ലാണ്ട് പോകും. നേരെ കുറച്ച് ഇപ്പോഴത്തേക്ക് ബാറ്റിങ്ങിലേക്ക് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കൂടെ കിട്ടുമ്പോൾ മത്സരം കുറച്ചുകൂടെ എളുപ്പമായേക്കാം. ഇന്നലത്തെ മത്സരം ഹൈദരാബാദിനോടാണ് തോറ്റതെന്നുള്ളത് എന്നും വേണം. ഹൈദരാബാദാണ് 250. അങ്ങനെ പറയുമ്പോൾ പോലും എനിക്ക് വലിയൊരു ആശങ്ക രാജസ്ഥാന്റെ കാര്യത്തിലുള്ളത് ബൗളർമാരുടെ പ്രകടനമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ആർച്ചറുടെ പ്രകടനം. നമുക്കറിയാം ആർച്ചർ ഇങ്ങനെ വന്ന ഒരു ഹൈപ്പോട് കൂടി വന്നിട്ടുള്ള ഒരു താരമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ അദ്ദേഹം T20 ഒരു മികച്ച ബൗളർ എന്ന രീതിയിലൊക്കെ പല സമയത്തും പറ്റി IPL അദ്ദേഹം വന്ന സമയമൊക്കെ നമുക്കറിയാം എന്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ ഒരു താരമാണ് 4 ഓവറിൽ 76 റൺസ് വഴങ്ങുന്നത്. എക്കണോമി 19 റൺസ്. അതായത് എല്ലാ ഓവറുകളിലും മിനിമം 3 സിക്സ് എങ്കിലും
വഴങ്ങിയ രീതിയിലേക്കുള്ള തരത്തിലുള്ള ഒരു എക്കണോമിയാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. അതെ, അത് മാത്രമല്ല അപ്പുറത്ത് മഹേഷ് തീക്ഷണ 4 ഓവറിൽ 52 റൺസ് വഴങ്ങുന്ന ഒരു സാഹചര്യം. അതായത് മികച്ച എക്കണോമി റേറ്റിൽ പന്തെറിയാൻ കഴിയുന്ന താരങ്ങളാണ് ഈ രീതിയിൽ വാങ്ങുന്നത്. അതെ അതെ അതാ ഞാൻ പറഞ്ഞ. ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് ഈ രാജസ്ഥാന്റെ ബോളിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്തും പലപ്പോഴായിട്ട് നമുക്ക് ലഭിച്ച കമന്റുകളായിരുന്നു ഈ ഫാറൂഖിന്റെ ഒരു ബോളിങ്ങിനെ കുറിച്ച്, അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്നൊക്കെ രീതിയിൽ പലതരത്തിൽ നമുക്ക് കമന്റുകൾ വന്നിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ഫെയിലർ ആകുന്ന, അതായത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ഫെയിലർ ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് തന്നെ എനിക്ക് തോന്നുന്നു മിഡിൽ ഓവറുകളിൽ തുഷാർ ദേശ്പാണ്ഡെ ഒക്കെ ഒരു സ്പീഡ് കുറച്ച് അതെ അതെ സൺറൈസേഴ്സിന്റെ ബാറ്റർമാരെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവര് പെട്ടെന്ന് ആ സ്പീഡിനോട് അഡാപ്റ്റ് ആയിട്ട് വീണ്ടും അതിനോട് റെസ്പോണ്ട് ചെയ്ത് സൺറൈസ് തുടങ്ങി എന്നുള്ളതാണ്. അത് അപ്പോ ടീം തുഷാർ ദേശ്പാണ്ഡെ ബോളിംഗ് ഇല്ലായിരുന്നെങ്കിൽ 300 ഈസി ആയിട്ട് അവർ എടുത്താൽ. അതെ അതെ ആ സമയത്ത് ഈ ആർച്ചറിനെ പോലുള്ള നമ്മൾ ഈ പറഞ്ഞ ലോകോത്തര ബോളറാണ് നിൽക്കുന്ന സമയത്ത് ആർച്ചർ നമ്മുടെ ബോളിങ്ങിനെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ബോളിങ്ങിനെ കുന്നവനിട്ട് ആർച്ചറിനെയാണ് കാണുന്നത്. പക്ഷെ അവിടെ നമുക്ക് കംപ്ലീറ്റ് ഫെയിലായി. പക്ഷേ ഈ ഫെയിലായി എന്ന് പറയുമ്പോൾ സന്ദീപ് ശർമ്മ 4 ഓവറിൽ 51 റൺസ് വഴങ്ങുന്നു. ഭേദപ്പെട്ടെന്ന് പറയാം, ആർച്ചർ വെച്ച് നോക്കുമ്പോൾ സന്ദീപ് ശർമ്മ ഭേദപ്പെട്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. പക്ഷെ അത് ഒരു ഭേദപ്പെട്ടതല്ല, നമുക്കറിയാം ഒരിക്കലും വഴങ്ങാൻ പറ്റാത്ത റണ്ണാണ് വരുന്നത്, എക്കോണമി ഇത്രയും പോകുന്നത്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ ഞാൻ കാണുന്നത് അപ്പുറം ഹൈദരാബാദാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, അടുത്ത മത്സരം തിരിച്ചിരുന്ന ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ട്. കാരണം ഹൈദരാബാദിനോട് ഇത് ഇത്രയല്ലേ വരിക്ക് പറ്റുള്ളൂ, 300 നമ്മൾ കൊടുത്തില്ലല്ലോ. ഇനി അടുത്ത മത്സരം അവർ കളിക്കുമ്പോൾ കാണാം. ഹൈദരാബാദ് 300 ഈ സീസണിൽ അടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 300 അടിച്ചില്ലെങ്കിൽ 290 മേൾക്ക് പ്ലസ് ഉറപ്പാണ് ഈ സീസൺ തന്നെ റെക്കോർഡ് ഇടും. നമ്മൾ 300 കൊടുത്തില്ല, രാജസ്ഥാൻ 300 കൊടുത്തില്ല, അതിന്റെ സമാധാനം മാത്രമേ ഇപ്പം നിൽക്കുള്ളൂ. അതാണ് തോന്നുന്നത്. മാത്രമല്ല 287 എന്ന് പറയുന്ന നാണക്കെട്ടിന്റെ റെക്കോർഡിലേക്ക് തീർച്ചയായും എന്തായാലും രാജസ്ഥാൻ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പൊ സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസിയും കൂടി ടീം ഇപ്പൊ അറിയിക്കുന്നുണ്ട്. സഞ്ജുവിനും കളത്തിലേക്ക് പൂർണ്ണമായും സഞ്ജുവിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശംസിക്കാം.